മാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. കലിയും കൽക്കിയും എന്ന് പറയുന്ന വിഷയത്തിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് കലികാല വർണ്ണനം എന്ന് പറയുന്ന ആ ഒരു കലിയുടെ ചിത്രം. കലി എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന യുഗത്തിൽ, അതായത് ആ ഒരു കലിയുഗത്തില് കലിയുടെ പ്രഭാവം എങ്ങനെയിരിക്കും എന്ന ചില പുരാണങ്ങളിലൂടെ, അതായത് മത്സ്യപുരാണം, മഹാനിർവാണ തന്ത്രം, ഭാഗവത പുരാണം, ഇങ്ങനെ പ്രധാനപ്പെട്ട 3-4 പുരാണങ്ങളിലൂടെ ഒരു യാത്രയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. കാരണം അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ സമയത്ത് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള നമുക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ട് എന്തെങ്കിലും താരതമ്യമുണ്ടോ, ഇതൊക്കെ നമ്മൾ അറിയണം. കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാര് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പൊ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, ആ ത്രികാല ജ്ഞാനികളായിരിക്കുന്ന നമ്മുടെ ഋഷി വര്യന്മാരുടെ പാദത്തില് നമുക്ക് നമസ്കരിക്കണം എന്ന് നമുക്ക് തോന്നും. കാരണം അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ആ ഒരു കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് കലികാല വർണ്ണനം, ആദ്യം നമുക്ക് മത്സ്യപുരാണം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇപ്പൊ ദ്വാപരത്തിന്റെ അല്പാംശം അവശേഷിക്കുമ്പോൾ കലിയുഗം പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് കാണുന്നതെന്ന് ചോദിച്ചാല് ജന്തുഹിംസ, മോഷണം, അസത്യഭാഷണം, മായാവിലാസം, ഡംഭ ഇവ തപസ്സുകളിൽ പോലും അവരുടെ സ്വഭാവമായിട്ട് കാണപ്പെടും. അപ്പൊ തങ്ങളുടെ ഈ സ്വഭാവങ്ങളെ നിമിത്തം പ്രജകൾ എപ്പോഴും എന്താ പറയാ ദുർഗുണം, അവര് ദുർഗുണരാക്കും. അപ്പൊ കലിയും, അതായത് കലിയുഗത്തില് മഹാമാരി തുടങ്ങിയിട്ടുള്ള അനേക രോഗങ്ങൾ പ്രചരിക്കും. എപ്പോഴും വിശപ്പിന്റെയും മഴയില്ലായ്മയുടെയും ഭയം അധികമായിരിക്കും. ദേശങ്ങൾ മാറുകയും മറിയുകയും ചെയ്യുന്നു. കലിയുഗം ഘോരമാകുമ്പോൾ ദേശങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ഒരു പ്രമാണവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ അവയുടെ അതിരുകളെ നിബന്ധനകളെ ലംഘിക്കപ്പെടും. കലിയുഗത്തിൽ അകാല മൃത്യു അധികമായിരിക്കും. ഗർഭധാരണവും സാധാരണമായിരിക്കും. കലിയുഗത്തിലെ ജനങ്ങള് തേജസ് കെട്ടവര്, അല്പം മാത്രം ബലമുള്ളവരും, പാപപരായണരും, മഹാക്രോധികളും, അധാർമികരും, അസത്യം പറയുന്നവരും, മറ്റുള്ളവരുടെ ദ്രവ്യങ്ങളെ കൈയടക്കുന്നതില് പ്രാവീണ്യമുള്ളവരുമായിരിക്കും. വേദശാസ്ത്രങ്ങളെ അറിയാത്ത അവര് ബ്രാഹ്മണര് ചെയ്യുന്ന കർമ്മങ്ങളുടെ ദോഷങ്ങൾ കൊണ്ട് കലിയുഗത്തിലെ മനുഷ്യർക്ക് എല്ലാ വസ്തുവിലും ഭയം നിഴലിച്ചിരിക്കും എന്ന് പറയുന്നു. പിന്നെ കലിയുഗത്തില് ലോഭവും മോഹവും 4 ഭാഗത്തു നിന്നും മനുഷ്യനെ വളഞ്ഞുകൂടും. മറ്റുള്ളവരുടെ ഉന്നതി കാണുമ്പോൾ ഹൃദയത്തിൽ അഗ്നി ആളിക്കത്തും. കലിയുഗത്തിലെ ബ്രാഹ്മണരെ വേദം പഠിക്കുകയോ യജ്ഞം ചെയ്യുകയോ ചെയ്യാത്തതിനാൽ അവർ സ്വയം നശിച്ചു പോകും. ഇപ്രകാരം കച്ചവടക്കാരോട് കൂട്ടുകൂടി ക്ഷത്രിയന്മാരും അധപ്പതിക്കും. ശൂദ്രന്മാര് മന്ത്രങ്ങളുടെ അറിവ് നേടും. അവരുടെ സമ്പർക്കം ബ്രാഹ്മണരോടൊപ്പമാവുകയും ചെയ്യും. ഭരണാധികാരികള് ശൂദ്രതലത്തില് ജനിച്ചവരും അവരുടെ പ്രവൃത്തി അധികവും നിരീശ്വരരായിട്ടുള്ളവരുടെ രൂപവും വേദധർമ്മത്തിന് വിരുദ്ധ പ്രവൃത്തിയുമായിരിക്കും. ഇപ്പൊ ശൂദ്രന്മാര് കാവ്യവസ്ത്രം ധരിച്ച് കയ്യില് നാളികേര കമണ്ടലുകൾ എടുത്ത് സന്യാസി വേഷത്തില് അവിടെയും ഇവിടെയും സഞ്ചരിക്കും. മാത്രമല്ല ഇവര് ധർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും രീതികള് അറിയുന്നവരാണെന്ന് നടിച്ച് ആ ഒരു വേദാധ്യായനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അക്കാലത്തെ മനുഷ്യര് സ്ത്രീകളെയും കുട്ടികളെയും പശുക്കളെയും കൊല്ലുകയും തമ്മിൽ അന്യോന്യം നശിപ്പിച്ച് സ്വന്തം കാര്യം നേടാനായിട്ട് യത്നിക്കുകയും ചെയ്യും. ഭ്രൂണഹത്യ, ഗർഭഹത്യ ധാരാളം നടക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം മനുഷ്യരുടെ ആയുസ്സും ബലവും രൂപവും വിനാശത്തിന്റെ ആ ഒരു രീതിയിലുള്ളതായിരിക്കും. പിന്നെ കൂടി വന്നാല് 25-ലധികം ആയുസ് അവർക്കുണ്ടാകുകയില്ല എന്ന് പറയുന്നു. ജനങ്ങള് നിറഞ്ഞ് സസ്യങ്ങള് നശിച്ച് കഴിയുമ്പോൾ പിന്നീട് കഴിക്കാൻ ജീവജന്തുക്കളെ കൊന്ന് മാംസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എല്ലാവരും മാംസാഹാരികളും മത്സ്യാഹാരികളുമായിട്ട് തീരും. അങ്ങനെ മത്സ്യമാംസാദികള് എന്താ പറയാ മാത്രം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യര്, അത് തീർന്നു കഴിയുന്നത് വരെ വ്യാകുലതയോടുകൂടി മനുഷ്യര് കിഴങ്ങുകളും ഫലമൂലാദികൾക്കുമായിട്ട് ആഴത്തില് കിളച്ചും കുഴിച്ചുമൊക്കെ നടക്കും. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ വർണ്ണനയാണ് നമ്മൾ മത്സ്യപുരാണത്തിൽ കാണുന്നത്. ഇനി കലിയുഗ വർണ്ണന മഹാനിർവാണ തന്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ആ കലിയുഗത്തില് ആ സമയത്ത് എല്ലാ സദ്ധർമ്മത്തിന്റെയും നാശം വരുത്തുന്നതും
ദുഷ്കർമ്മത്തെ ചെയ്യിക്കുന്നതുമായിട്ടുള്ള കലിയുഗത്തിന്റെ ആവിർഭാവം ആരംഭിച്ചു കഴിഞ്ഞു. ഈ കാലത്തില് വേദത്തിന്റെ പ്രഭാവം കുറഞ്ഞു വന്നു. സ്മൃതികള് മറവിയുടെ സമുദ്രത്തില് ആണ്ടുപോയി. അങ്ങനെ അനേക പ്രകാരത്തിലുള്ള ഇതിഹാസ പുരാണങ്ങളുടെ പേര് പോലും എങ്ങും കേൾക്കാനില്ലാതായിട്ട് തീരും. ഈ കാരണം കൊണ്ട് സർവ്വജനങ്ങളും കർമ്മധർമ്മങ്ങളിൽ നിന്ന് വിമുഖമായിട്ട് തീരും. ഗോത്രമോ പരമ്പരയോ ജനങ്ങൾക്കുണ്ടാവുകയില്ല. മാത്രമല്ല അവര് മതോന്മത്തരായിട്ട് എപ്പോഴും പാപങ്ങള് കേട്ട് അവരതിൽ കെട്ടുപിണഞ്ഞ് ധനത്തിനായിട്ടുള്ള അത്യാഗ്രഹികളും ക്രൂരന്മാരായിട്ടും നിഷ്ഠൂരന്മാരുമായിട്ട് ഭവിക്കും. അപ്രിയം പറയുന്നവരും കുതർക്കികളും ആയിരിക്കും ജനങ്ങള്. ആലസ്യമുള്ളവര്, മന്ദബുദ്ധികള്, രോഗശോകങ്ങളിൽപ്പെട്ട് ഉഴലുന്നവര്, ഐശ്വര്യം കെട്ടവര്, ബലമില്ലാത്തവര്, നീച കർമ്മം ചെയ്യുന്നവരായിട്ട് തീരും. ഈ കാലത്ത് എല്ലാവരും നീചന്മാരോട് സംസർഗം ചെയ്യും. പരധനത്തെ അപഹരിക്കും. പരനിന്ദയില്, പരദ്രോഹത്തിലും അന്യരുടെ നാശത്തിലും തൽപരരായിരിക്കും. മഹാവഞ്ചകരായിരിക്കും എന്ന് പറയുന്നു. മാത്രമല്ല പരസ്ത്രീ ഭരണത്തിന് പാപമോ ശങ്കയോ ഭയമോ ഒന്നും ഉണ്ടായിരിക്കില്ല. നിർധനന്മാരും മലിനന്മാരും ദീനന്മാരുമായിരിക്കും അവര് രോഗികളുമായിരിക്കും. ഇപ്പൊ ബ്രാഹ്മണര് പലരും ശൂദ്രന്മാരെ പോലെ ആചരിക്കുന്നവരും സന്ധ്യാവന്ദനാദികൾ ഇല്ലാത്തവരും യജ്ഞാധികാരം ഇല്ലാത്തവരും അവരെ കൊണ്ട് യജ്ഞം ചെയ്യിക്കുന്നവരുമായിരിക്കും. ദുഷ്കീർത്തി ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പാപകർമ്മം ചെയ്യുന്നവരായിരിക്കും. തപസ്, വ്രതം മുതലായവരോട് മുഖം തിരിച്ചവരായിരിക്കും. ബ്രാഹ്മണത്വത്തിന്റെ ചിഹ്നം കേവലം പൂണുനൂല് മാത്രമായിരിക്കും. ഇപ്പൊ തീറ്റിയിലും കുടിയിലും യാതൊരു നിയമവും വയ്ക്കുകയില്ല. സത്കഥകളുടെ ആലാപനം അഥവാ പുരാണ ചിന്തനം ഇവർ ഇഷ്ടപ്പെടുന്നതുമില്ല. കലിയുഗത്തിലെ മനുഷ്യര് വയറിനോടും ജനനേന്ദ്രിയത്തോടും മാത്രമായിരിക്കും തൃപ്തി കണ്ടെത്തുക. അവർ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനു വേണ്ടി മാത്രം ആശിച്ചുകൊണ്ട് ഹിത വിചാരങ്ങളുടെ വെറും മതോന്മത്തരായിട്ട് മധുരാപാനം ചെയ്തുകൊണ്ടിരിക്കും. അവര് യോനി വിചാരം ചെയ്യാതെ പരസ്ത്രീകളെ പാപകർമ്മങ്ങൾ കൊണ്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല അമിത ലഹരി പാനം കൊണ്ട് രോഗികളായിട്ട് ഭവിക്കുകയും ചെയ്യും. ഈ കാരണം കൊണ്ട് തന്നെ അവര് ശക്തിഹീനരും ബുദ്ധിഹീനരും ഇന്ദ്രിയ വൈകല്യമുള്ളവരുമായിട്ട് തീരും. ബോധശൂന്യരായിട്ട് ഇവര് എന്താ പറയാ തടാകങ്ങളിൽ എടുത്തു ചാടി പർവ്വതം ഉയർന്ന കെട്ടിടം ഇവിടെ നിന്നെല്ലാം വീണ് മരണമടയുകയും ചെയ്യും. ഗുരുജനങ്ങളെയും തങ്ങളെക്കാൾ മുതിർന്നവരോടൊപ്പം വഴക്കിടുക. ചിലര് ജീവശവങ്ങളെ പോലെ മൗനികളായിട്ട് നടക്കുകയാണെങ്കിൽ ചിലർ ഒരുപാട് സംഭാഷണം ചെയ്യുക. ഈ രീതിയിലുള്ളവരായിരിക്കും. കർമ്മമാർഗത്തിൽ നിന്ന് അധപ്പതിച്ച് അകർമ്മങ്ങളെ ചെയ്യുന്ന ക്രൂരന്മാരായിട്ടുള്ള ഇവർക്ക് ഈശ്വരനാൽ ജീവജാലങ്ങളുടെയും രക്ഷയ്ക്കായിട്ട് പറയപ്പെട്ട ശാസ്ത്രങ്ങളെ വിപരീതമായിട്ട് തോന്നും. കലിയുഗത്തിലെ യോഗാഭ്യാസമോ ന്യാസമോ സ്തോത്രപാഠമോ യന്ത്രലേഖനമോ പുരസ്ചരണമോ ഇത്യാദി ഒന്നും ഉണ്ടായിരിക്കില്ല. ഇത് പറയുന്നത് എന്താണ്? മഹാനിർവാണ തന്ത്രത്തിൽ പറയാണ്. കാരണം തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് കാലഘട്ടത്തിലും വളരെയധികം എന്താ പറയാ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് അല്ലേ. അപ്പോ മഹാനിർവാണ തന്ത്രം ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇനി കലിയുഗ വർണ്ണനം ഭാഗവത പുരാണത്തിൽ എന്താണ് പറയുന്നത്? കലിയുഗത്തിൽ ധർമ്മവും സത്യവും ശുചിത്വവും ക്ഷമയും ദിനം പ്രതി ക്ഷയിച്ചുകൊണ്ടിരിക്കും. ആയുസ്സും ബലവും ഓർമ്മയും നന്നായിട്ട് കുറയും. ജന്മം, ഗുണം, ആചാരം ഇവരുടെ നിർണയവും പ്രമാണവും ധനസ്ഥിതി എന്ന ഒരേ ഒരു കാര്യം വെച്ച് മാത്രമായിരിക്കും. കരുത്തുള്ളവർ ചെയ്യുന്നതെല്ലാം ധർമ്മവും ആചാരവും ആയിരിക്കും. പരസ്പരം ശരീരത്തിനെ ഇഷ്ടപ്പെടുക എന്നത് മാത്രമായിരിക്കും ദമ്പതിമാരുടെ മുഖ്യധർമ്മം. എല്ലാ പുരുഷന്മാരും സ്ത്രീ വശംവദരായിരിക്കും. പുരുഷന്മാരെ ഭോഗിക്കുന്നതിനായിട്ട് സ്ത്രീകളെ പിന്നാലെ കുടുംബ പ്രവർത്തികളിലേക്കും കർമ്മങ്ങളിലേക്കും നല്ലൊരു അംശവും ഗൂഢാലോചന രൂപത്തിലുമായിരിക്കും നടക്കുക. ഇപ്പൊ ബ്രാഹ്മണത്വത്തിന്റെ ആശ്രമം കേവലം പൂണൂല് മാത്രമായി ചുരുങ്ങും. വർണ്ണാശ്രമ ഭേദങ്ങളോ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളോ ഇല്ലാതെ സകല പ്രവൃത്തികളും ചെയ്യും. പരിശ്രമം കൊണ്ട് അന്യായങ്ങളെല്ലാം തന്നെ ന്യായങ്ങളായിട്ട് തീരും. കൂടുതൽ സംസാരിക്കുന്നവര് വിദ്വാനാണെന്ന് ജനം സമ്മതിക്കും. ശ്രേഷ്ഠത ഇല്ലാത്തതൊക്കെയാണ് സാധുത്വം അഥവാ നന്മ ചെയ്യുന്നവൻ കൊള്ളരുതാത്തവൻ എന്നായിട്ട് കരുതും. മതങ്ങളെല്ലാം കേവലം ഡംഭിനായിട്ട് പ്രകടിപ്പിക്കും. എല്ലാറ്റിനും പ്രധാനം എന്താ പറയാ
പ്രധാനം കുളിക്കുകയാണ്. അഥവാ ഒന്ന് കുളിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറിയതായിട്ട് അവർ കരുതും. അഭിമാന പ്രദർശനത്തിനും വയറുപിഴപ്പിനും വേണ്ടി മാത്രമായിട്ട് തീർത്ഥാടനത്തിന് പോകും. പിന്നെ ധിക്കാരം പറയുന്നതാണ് സത്യവാന്റെ ലക്ഷണം എന്ന് വരെയും ആ ഒരു സ്വഭാവ ഭേദങ്ങൾ മറയ്ക്കാൻ വേണ്ടി ജടയും താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി അതിനെ സൗന്ദര്യമായിട്ട് പുരുഷന്മാർ വിചാരിക്കും. കുടുംബത്തെ ഭരിപ്പാനും കീർത്തി നേടാനും ധിക്കാര പ്രവണത കൊണ്ട് ധർമ്മപ്രവൃത്തികൾ ചെയ്ത് കാണിക്കും. പിന്നെ കലിയുഗത്തിലെ ഭരണാധികാരികൾ തീർത്തും കൊള്ളക്കാരെ പോലെ ആയിരിക്കും. പ്രജകളെ രാജാക്കന്മാര് കൊള്ളയടിക്കും. വീട്ടില് കലഹം മുഴുത്ത് പല വീട് വിട്ടിറങ്ങിയും മഴയില്ലാത്തത് കൊണ്ട് ക്ഷാമപീഡ ഉണ്ടാകും. കൂടി വന്നാല് 20-30 വർഷം വരെ പലർക്കും ആയുസ് ഉണ്ടായിരിക്കുള്ളൂ. ശരീരം വെറും കൃശമായിരിക്കും. വർണ്ണാശ്രമ ആചാരങ്ങൾ നഷ്ടമാകും. വേദശാസ്ത്രങ്ങൾ നാസ്തികരാൽ ബാധിക്കപ്പെട്ട വേദങ്ങളെല്ലാം തന്നെ നാസ്തിക ശാസ്ത്രങ്ങളായിട്ട് തീരും. വേദം അറിയാവുന്നവർക്ക് ആകട്ടെ വർണ്ണാചാരങ്ങൾ കാണുകയുമില്ല. അപ്പൊ ശൂരതയും ധീരതയും എല്ലാം കാട്ടുവാൻ കാര്യമില്ലാത്ത ജീവികളെ കൊലപ്പെടുത്തിക്കൊണ്ട്, അതായത് പശുക്കളെ കൊലപ്പെടുത്തും. പശുക്കള് ആടുകളെ പോലെ വലിപ്പം കുറഞ്ഞിരിക്കും. വീടുകൾ കമ്പോളങ്ങളെ പോലെ സകല സാധനങ്ങളും നിറഞ്ഞതായിരിക്കും. ബന്ധുക്കൾ അഗ്നിക്ക് തുല്യം നാട് മുഴുവൻ പടർന്നിരിക്കും. ഔഷധം അല്പമാത്രത്തിൽ, അതായത് ഗുളിക രീതിയിൽ പ്രചരിക്കപ്പെടും. പാപാന്ധകാരം കൊണ്ട് സ്വന്തം പുത്രിയെ പോലും ചിലർ ഭാര്യയാക്കും. മേഘങ്ങളിലെ മിന്നൽ പിണർ നിറയും. അറിവ് എല്ലാ മേഖലയിൽ നിന്നും ഇല്ലാതാകും. വീടുകൾ വെറുതെ നിർമ്മിച്ചിടും, എന്നാൽ ആൾതാമസം ഉണ്ടാവില്ല. ആൾതാമസമുള്ള വീടുകളിൽ മിക്കപ്പോഴും കലഹങ്ങൾ ഉണ്ടായിരിക്കും. കലിയില് ധർമ്മത്തിന്റെ 4 പാദങ്ങളില് ദയ, തപം, ദാനം എന്നീ 3 പാദങ്ങൾ നഷ്ടപ്പെട്ട് കേവലം സത്യം എന്ന ഏക പാദത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ സത്യം ഉണ്ടെന്ന് വരും. നാട് മുഴുവനും കാട് കയറി തുടങ്ങും. രൗദ്രകർമ്മങ്ങൾ കലിയിൽ വർദ്ധിച്ചു വരും. ശൂദ്ര യജമാനന്മാരും മ്ലേച്ഛ രാജാക്കന്മാരും ധാരാളം ഉണ്ടാകും. മനുഷ്യരെല്ലാവരും അന്യോന്യം മറ്റുള്ളവരെ തെറ്റു മാത്രം നോക്കി കാണുന്നവരായിട്ട് തീരും. സ്ത്രീകൾക്ക് ശുചിത്വം ഉണ്ടാകില്ല. അവര് സ്വൈരവിഹാരം നടത്തുന്നവരായിട്ടും പുരുഷന്മാരെ തേടുന്നവരുമായിട്ടായിരിക്കും കാണപ്പെടുക. മ്ലേച്ഛ മതത്തിൽപ്പെട്ട സനാതന ധർമ്മ സിദ്ധാന്തങ്ങളെ അവരുടേതായിട്ട് വ്യാഖ്യാനിച്ച് ആ വേദത്തിന്റെ മറവിലെ പാഷണ്ഡ മതങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ നിർമ്മലമായ യാതൊരു വ്രതങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ബ്രഹ്മചാരികൾക്ക് ശുചിത്വം ഉണ്ടാവില്ല. ഗൃഹസ്ഥരുടെ ജോലി ഭിക്ഷാടനത്തിന് തുല്യമായിരിക്കും. കാട്ടിലെ തപസ്സിന് പുറപ്പെട്ട വാനപ്രസ്ഥികളും ഗ്രാമത്തിൽ വന്ന് താമസിക്കും. സർവവും ത്യജിച്ച സന്യാസിമാരാകട്ടെ ധനത്തില് ഏറ്റവും അധികം ലോഭമുള്ളവരായിട്ട് തീരും. ശരീരം ചെറുതാണെങ്കിലും ഭക്ഷണം അധികം കഴിക്കുന്നവരായിരിക്കും. ഭർത്താക്കന്മാർക്ക് ഭാര്യയോട് രതിസങ്കല്പം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സന്താനങ്ങൾ വേഗം ജനിക്കുകയും വേഗം മരിക്കുകയും ചെയ്യും. ആരെങ്കിലും പറയുന്നത് കേട്ട് ഏറ്റു തൊടുത്ത് വേദശാസ്ത്രങ്ങളെ പ്രതി പലരും വാദപ്രതിവാദങ്ങൾ നടത്തും. സത്യത്തില് വേദത്തിന്റെ അർത്ഥം അല്പം പോലും അവർക്ക് അറിയുകയുണ്ടാവില്ല. സ്ത്രീകൾ കഠിനമായ വാക്കുകൾ പറയും. സന്യാസിമാർ പോലും ധനലാഭത്തിനായിട്ട് ക്ഷുദ്രമായിരിക്കുന്ന യജ്ഞകർമ്മങ്ങളും ഇഷ്ടികർമ്മങ്ങളും ചെയ്യും. ആപത്ത് വരുമ്പോ അടുത്ത് നിന്നവർ പോലും വിട്ടുമാറും. ആരെങ്കിലും നല്ല കർമ്മ ചെയ്താൽ അതിനെ മറ്റെല്ലാവരും കൂടി നിന്ദിക്കും. ഭർത്താവിനെ ത്യജിച്ചിട്ട് പരിചാരകരോടൊപ്പം സ്ത്രീകൾ ശയിക്കും. സ്നേഹം എന്നുള്ളത് കാമസംഭോഗം എന്ന് മാത്രം തെറ്റിദ്ധരിക്കപ്പെടും. സ്ത്രീയും പുരുഷനും ബന്ധുത്വം എന്നാൽ കാമസംബന്ധമായിട്ടായിരിക്കും അർത്ഥം. പിതാവ്, സഹോദരൻ, 2ാം ഭാര്യ, സ്വജാതി, സോദരൻ, സോദരി, മാതാവ് ഇങ്ങനെയുള്ള ബന്ധുവിശുദ്ധിയും മൈഥുന നിഷേധങ്ങളും നഷ്ടമാകും. ആത്മീയ അധികാരമില്ലാത്തവൻ സന്യാസ വേഷം കെടും. ദക്ഷിണ മേടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. മഴയില്ലാത്തത് കൊണ്ട് ആഹാരമില്ലാതെ വരും. മനുഷ്യരെ കണ്ടാൽ പിശാചുക്കളെ പോലെ തോന്നും. പണമുള്ളവർ തന്നെ വിദ്വാൻ എന്ന് വരും. ധനം ദിവസം പ്രതി കാണാതാകും. സ്വജനങ്ങള്, മിത്രങ്ങള്, കുലം, ഭാര്യ, പുത്രന്മാര്, പിതൃജനങ്ങള് ഇവരെ ഒന്നും രക്ഷിക്കാതെ അവരോട് ക്രോധം പ്രകടിപ്പിച്ച് നടക്കും. കലിയുഗത്തിലെ രാജാക്കന്മാരുണ്ടായിരിക്കുന്നതല്ല, എല്ലാ പ്രജകൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കും. അതായത് ജനാധിപത്യം എന്നർത്ഥം. ജനങ്ങൾ ഈശ്വരന്റെ പാദങ്ങളെ സേവിക്കുകയില്ല. പാഷണ്ഡന്മാരും നാസ്തികരുമായി തീർന്നവര് സത്കർമ്മങ്ങൾക്ക് വിമുഖരായിട്ട് സദ്ഗതിയില്ലാതെ നടക്കും. ഇനി കലിയുഗ വർണ്ണന ദേവി ഭാഗവതത്തിൽ എന്താ പറയുന്നത്? കാരണം നമ്മൾ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് പറയുന്നത്, എങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ദേവി ഭാഗവതം പറയുന്നു, മുൻപ് രാക്ഷസന്മാരായിരുന്നവര് കലിയുഗത്തിൽ ബ്രാഹ്മണരായിട്ട് ജനിക്കും. അവര് നിരീശ്വരന്മാരും പ്രായേണ വേദധർമ്മം കൈവടിഞ്ഞവരും കള്ളം പറയുന്നവരുമായിരിക്കും.
എന്നാൽ ലൗകിക കാര്യങ്ങളിൽ അതിസമർത്ഥരുമായിരിക്കും. മറ്റുള്ള ജനങ്ങളും സത്യധർമ്മങ്ങളെ പുണ്യാദികളെയൊക്കെ വെടിഞ്ഞവരായിരിക്കും. ദാനം വാങ്ങാൻ ബഹുതൽപരരായിരിക്കും. സ്വേച്ഛാധിപതികളും കാമലോഭങ്ങൾ വർദ്ധിച്ചവരും സാഹസം കാട്ടുവാനും പാപം ചെയ്യുവാനും മടിയില്ലാത്തവരും ധർമ്മം പ്രസംഗിച്ച് നടക്കാൻ ബഹുമിടുക്കരുമായിരിക്കും. അങ്ങനെ ധർമ്മസങ്കരവും വർണ്ണസങ്കരവും കലിയുഗത്തിൽ വരും. സ്വധർമ്മം എന്നതോ സ്വവർണം എന്നതോ കലിയുഗത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ധർമ്മത്തെക്കുറിച്ച് ശരിക്കറിയാവുന്ന മഹാന്മാർ പോലും അധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. നാരികൾ വഞ്ചകികളായിട്ട് തീരും. ആഹാരശുദ്ധി ഉണ്ടാവുകയില്ല. അർത്ഥവും കാമവും മാത്രം മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരായിരിക്കും ജനങ്ങള്. മറ്റു യുഗങ്ങളിൽ നീചകർമ്മങ്ങൾ ചെയ്തവർ നരകത്തിൽ വീണ ശേഷം കലിയുഗത്തിൽ മനുഷ്യനായിട്ട് പിറക്കും. എന്നാൽ കലിയുഗത്തിന്റെ അന്ത്യത്തിലും സത്യയുഗത്തിന്റെ ആരംഭത്തിലും പുണ്യവാന്മാര് സ്വർഗലോകത്തിൽ നിന്ന് ഭൂമിയിലും വരും. ദുഷ്ടമായിട്ടുള്ള ഈ യുഗത്തെ മനുഷ്യരെല്ലാവരും തന്നെ ദുഷ്ടന്മാരാണെങ്കിലും ദൈവ നിയോഗത്താല് കലിയുഗത്തിലെ സത്പ്രവർത്തികൾ ചെയ്യുന്നവരും ഉണ്ടാകും. ഇനി വിഷ്ണു പുരാണം കലിയുഗ വർണ്ണനം എങ്ങനെയാണ് പറയുന്നത്? കലിയുഗത്തിൽ ഭൂമിയിലെ മിക്ക സ്ഥലങ്ങളിലും മ്ലേച്ഛന്മാരും പ്രാത്യന്മാരും ശൂദ്ര രാജാക്കന്മാരും പങ്കിട്ടെടുക്കും. ഇവര് അത്യന്തം ക്രോധികളും അധർമ്മ പ്രവർത്തികളും സ്ത്രീഹത്യ, ഗോഹത്യ, ശിശുഹത്യ ഇവർ തുടങ്ങിയത് ചെയ്യുന്നവരുമായിരിക്കും. അന്യരുടെ ധനം അപഹരിക്കുന്നവര് അല്പായുസുകളായിരിക്കും. ഇവരുടെ ഇച്ഛ വളരെ വലുതായിരിക്കും. ധർമ്മകാര്യങ്ങളിൽ അല്പമേ ഉണ്ടായിരിക്കുള്ളൂ. ഇവർ നിമിത്തം എല്ലാ സ്ഥലങ്ങളിലും പരസ്പരം ഒന്നുചേരും. ഇവർ സ്വഭാവത്തിൽ മ്ലേച്ഛന്മാരുടെയും ആര്യധർമ്മ വിരുദ്ധവുമായിട്ടുള്ള ആചാരങ്ങളിൽ ആഭിമുഖ്യം പുലർത്തുന്നതായിരിക്കും. പ്രജകൾക്ക് ഒരുപാട് ക്ലേശം നൽകും. അത് മാത്രമല്ല ദിനംപ്രതി ധർമ്മത്തിലും അർത്ഥത്തിലും കുറേശ്ശെയായിട്ട് ക്ഷയം സംഭവിച്ച് ലോകം നശിച്ചു പോകുന്നു. ഈ സമയത്ത് ധനമാണ് കുലീനതയുടെയും ബലത്തിന്റെയും സമസ്ത ധർമ്മത്തിന്റെയും കാരണമാവുക. കള്ളം പറയുന്നത് കൊണ്ട് മാത്രമായിരിക്കും വ്യവഹാരങ്ങൾ, അതായത് കോടതി കാര്യങ്ങളൊക്കെ ജയിക്കുന്നത്. സ്ത്രീത്വം എന്നത് ഉപഭോഗ വസ്തുവായിട്ട് തീരും. രത്നവും ധനവും ആർക്ക് എത്രത്തോളം ഉണ്ടോ അവർ അത്രത്തോളം ഭൂമിയെ ഉപഭോഗം ചെയ്യും. ഭയം മറയ്ക്കാനായിട്ട് ഉറക്കെ സംസാരിക്കും. അപ്പൊ പാണ്ഡിത്യത്തിന്റെ ലക്ഷണമായിട്ട് കാണും. ധർമ്മം എന്നാൽ ദാനം കൊടുക്കുക എന്നുള്ള ഏക അർത്ഥത്തിൽ എടുക്കും. അതായത് ധർമ്മത്തിന്റെ മറ്റു വശങ്ങളൊന്നും ചെയ്യുകയില്ല എന്നർത്ഥം. കലിയുഗത്തിലെ സ്ത്രീകള് എന്താ പറയാ മുടിയുള്ളത് കൊണ്ട് മാത്രമാണ് സുന്ദരമെന്ന് വിചാരിച്ച് സ്വർണവും മണി, രത്നം, വസ്ത്രം ഇവയെല്ലാം ഉപേക്ഷിച്ച് അവര് മുടി ചന്തത്തിൽ കെട്ടിവെച്ച് തങ്ങളെ സ്വയം പ്രദർശിപ്പിച്ച് നടക്കുന്നു എന്ന് പറയുന്നു. അവര് സൗന്ദര്യമുള്ള പുരുഷന്മാരെ മാത്രം കാമിക്കുകയും സ്വേച്ഛാരീണികളായിട്ട് നടക്കുകയും ചെയ്യുന്നു. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ദുഃഖിതരായിട്ട് മനുഷ്യർ ആത്മഹത്യ ചെയ്യും. സ്ത്രീകൾ അത്യന്തം ലോലകളായിട്ട് തീരുകയും അവര് രണ്ടു കൈ കൊണ്ടും തല ഇളക്കിക്കൊണ്ട് ഗുരുജനങ്ങളെയും ഭർത്താവിനെയും ആജ്ഞ നൽകി അവഹേളിക്കുകയും ചെയ്യും. കലികാലത്തിൽ 8, 9, 10 വയസ്സുള്ള പുരുഷന്മാരോടൊത്ത് ബന്ധപ്പെട്ട 5, 6, 7 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും സന്താനം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. സാധുത അഥവാ സന്യാസം എന്നാൽ സമ്പന്നതയായിട്ട് വരുന്നു. ഈ കാലത്ത് ഇത് എത്ര ആശ്ചര്യമാണെന്ന് നമുക്കറിയാം അല്ലെ? എത്രയും സമ്പത്തുണ്ടോ അത്രയും ആള് ദിവ്യനായിട്ട് ഒരു സന്യാസിയായിട്ട് സമൂഹം വിലയിരുത്തും. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് നിർധനത്വമായിരുന്നു സന്യാസത്തിന്റെ ലക്ഷണം. പരസ്പരം സ്വീകരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മാത്രമാണ് വിവാഹത്തിന് നിദാനം. മറ്റു ഗുണദോഷങ്ങളൊന്നും നോക്കാറില്ല. മോടിയോടെയും വെടുപ്പോടെയും ആഡംബരത്തോടെയും വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ് മാന്യന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാജാക്കന്മാരുടെ കരഭാരം നിമിത്തം ജനങ്ങളെ പർവ്വതങ്ങളിൽ അഭയം തേടുന്നു. ശ്രൗതവും സ്മാർത്തവുമായിരിക്കുന്ന, അതായത് വേദപരമായിരിക്കുന്ന കർമ്മങ്ങൾ, എല്ലാ കർമ്മങ്ങളും അത്യന്തം നാശത്തെ പ്രാപിക്കുന്നു. ഇനി കലിയുഗ വർണ്ണന കൂർമ്മ പുരാണം എന്താണ് പറയുന്നത്? കലികാലത്തിലെ മനുഷ്യൻ തമോ ഗുണത്താൽ വ്യാകുലരായിട്ട് സുഖഭോഗങ്ങളെ അന്വേഷിച്ച് അസൂയ കലുഷിതരായിട്ട് തപസ്വികളെ പോലും കൊല്ലുന്നവരായിട്ട് തീരും. അന്ന് ഭയങ്കരമായ മാരക രോഗങ്ങൾ പരക്കും. വിശപ്പ്, ഭയം, പട്ടിണി, ദേശ കലാപങ്ങള് ഇവ വർദ്ധിക്കും. ദുഷ്ട ഇച്ഛയും ദുർവിദ്യയും ദുരാചാരവും ദുർനേട്ടവും കൂടാതെ ബ്രാഹ്മണരുടെ കർമ്മദോഷവും ഉണ്ട്. പ്രജകളിൽ ധാരാളം ഭയമുണ്ടാകും. ബ്രാഹ്മണര് വേദം പഠിക്കുകയോ യജ്ഞം ചെയ്യുകയോ ചെയ്യില്ല. പകരം ബുദ്ധിയില്ലാത്ത ജനങ്ങള് അത് പഠിക്കുകയും അതിനനുസരിച്ച് അവര് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ അത്തരം അശുദ്ധരോട് ബ്രാഹ്മണന്മാര് മന്ത്രസംബന്ധം നടത്തുകയും അവരോടൊപ്പം ഒരേ സ്ഥലത്ത് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുക പോലും ചെയ്യും. മാത്രമല്ല അവര് സ്നാനം, ഹോമം, ജപം, ധ്യാനം, ദേവാർച്ചന തുടങ്ങിയവയോ എന്തെങ്കിലും തരത്തിലുള്ള പുണ്യകർമ്മങ്ങളോ അവർ ചെയ്യുകയില്ല. ബ്രാഹ്മണർക്ക് ധർമ്മത്തിൽ രുചി ഉണ്ടാവുകയില്ല. മാത്രമല്ല ജനങ്ങള്
അവൈദികരമായിട്ടുള്ള അനേക കർമ്മങ്ങൾ ചെയ്യും. ദുഷ്ടന്മാർ അനേകം വേഷങ്ങൾ കെട്ടും. ഈശ്വര വിശ്വാസമില്ലാത്തവരോടൊത്ത് നടന്ന ഒരുപാട് കാര്യങ്ങൾ ഇരന്നു വാങ്ങിക്കും. പട്ടണങ്ങളിലെ ജനങ്ങൾ ആഹാരം വിൽക്കുന്നതും നാൽക്കവലകളിൽ ശിവലിംഗം വയ്ക്കുന്നതുമാകുമ്പോൾ സ്ത്രീകളാകട്ടെ സ്വന്തം ശരീരം വിൽക്കുന്നവരായിട്ട് തീരും. ഇപ്പൊ കലിയുഗം വന്നു ചേരുമ്പോൾ മുഖം മറച്ച് ജൈനന്മാരുടെ തല മുണ്ടനം ചെയ്ത് കാഷായം ധരിച്ച് ശൂദ്രന്മാരും ധർമാചരണം നടത്തും. ധനധാന്യവും വസ്ത്രവും ജനങ്ങൾ അപഹരിക്കും. കള്ളന്മാരെ പോലും മോഷ്ടിക്കുന്ന കള്ളന്മാരുണ്ടാകും. കൊലയാളികളെ പോലും കൊല്ലുന്ന കൊലയാളി ഉണ്ടാകും. അതായത് അധോലോകം എന്നർത്ഥം. ചിലരൊക്കെ കാഷായ വസ്ത്രം ധരിച്ചിട്ട് ശാസ്ത്രാധ്യയനം ഇല്ലാതെ തലയോട്ടി കയ്യിലെടുത്ത് നടക്കുമെങ്കിൽ ചിലർ വേദങ്ങളെ എഴുതി വിൽക്കും. ചിലര് തീർത്ഥക്ഷേത്രങ്ങളെ വിൽപ്പന ചരക്കാക്കും. അല്പജ്ഞാനവും അല്പബുദ്ധിയും കൈമുതലായിട്ടുള്ള ബ്രാഹ്മണർ പൂവ്, ആഭരണം, മറ്റ് മംഗല്യ വസ്തുക്കൾ ഇവ കൊണ്ട് താഴേക്കിടയിലുള്ളവരെ പരിചരിക്കും. മാത്രമല്ല അത്തരം അധമികളായിട്ടുള്ള ശൂദ്രന്മാരോട് ചേർന്ന നാസ്തികന്മാരായിരിക്കുന്ന അവരും വേദം പഠിപ്പിച്ചും വേദബാഹ്യമായിരിക്കുന്ന അർത്ഥം പഠിപ്പിച്ചും ജീവിതമാർഗം തേടും. വാഹനങ്ങളിൽ കയറി സവാരി ചെയ്യുന്ന അധമന്മാരെ ചൂടിന് ബ്രാഹ്മണര് നിരന്തരം അവരെ സ്തുതിപാഠങ്ങളിലൂടെ സന്തോഷിപ്പിക്കും. ആയിരക്കണക്കിന് സന്യാസിമാരും ഉത്തമ ബ്രാഹ്മണരും തപസ്, യജ്ഞം, കലകൾ ഇവയെ വിൽപ്പന നടത്തും. ജനങ്ങളെ ധർമ്മപരിപാലനത്തിന് ശ്രമിക്കാതെ ഉദ്യോഗം തേടിപ്പോവും. വെറും ചപലരായിട്ടുള്ള ലൗകിക ഗാനങ്ങളുടെ രീതിയിൽ മനുഷ്യന്മാര് ദേവന്മാരെ കുറിച്ച് പാട്ടുകൾ ഉണ്ടാക്കും. ജ്ഞാനവും കർമ്മവും നഷ്ടമായിട്ട് നിഷ്ക്രിയരായിരിക്കുന്ന മനുഷ്യരെ കീടങ്ങളും എലികളും സർപ്പങ്ങളും കടിക്കും. അപ്പോ പണ്ട് കാലത്ത്, അതായത് ദക്ഷയജ്ഞത്തിലെ ദേവി ശാപത്താല് ഭസ്മമായി പോയിട്ടുള്ള ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും എന്ന് പറയണു. ശിവനിന്ദ നടത്തും എന്ന് പറയണു അവര്. ഇതെല്ലാം തന്നെ എന്താ പറയാ, ഒരു യുഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. 5000 വർഷമേ ആയിട്ടുള്ളൂ. ഇതെല്ലാം ഒരു യുഗത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന വിവരണമാണ്. ഇപ്പൊ കലിയുഗ വർണ്ണനം ഇനി വരാഹപുരാണം ഉണ്ട്. വരാഹപുരാണത്തില് ഇതേപോലെ തന്നെയാണ്. തമോപൂരിതമായിട്ടുള്ള കലിയുഗത്തിലെ ജനങ്ങള് ആ ഒരു പദഭ്രഷ്ടരാകും. രാജാക്കന്മാര് പ്രായണ താഴ്ന്ന കുലങ്ങളിൽ ഉള്ളവരായിരിക്കും. രാജാക്കന്മാരെന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഭരണാധികാരികളായിട്ട് എടുക്കാം. ബ്രാഹ്മണരാകട്ടെ വേദധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കും, കച്ചവടം നടത്തും. അവര് ശൂദ്രന്മാര് അഭിമാനികളാവും. ബ്രാഹ്മണര് സർവഭക്ഷികള്, അതായത് ബ്രാഹ്മണര് മാംസം ഭക്ഷിക്കാൻ തുടങ്ങുന്ന അർത്ഥം. ശുചിത്വമില്ലാത്തവരായിട്ട് അധപതിക്കും. അവര് ധാരാളം മദ്യം കഴിക്കും. എല്ലാ ജാതിക്കാരുടെയും സ്ത്രീകളോടൊപ്പം സംബന്ധം പുലർത്താൻ അവർ ആഗ്രഹിക്കും. ബ്രാഹ്മണര് ഗമനം, അതായത് മാതാവ്, സഹോദരി, പത്നി, മക്കള്, അനന്തരവള്, സുഹൃത്തിന്റെ ഭാര്യ, ഗോത്ര സ്ത്രീ എല്ലാം പ്രാപിക്കാൻ പാടില്ലാത്തവരാണ്. ഇവരെ എല്ലാം തന്നെ എന്താ പറയാ, ബ്രാഹ്മണര് പ്രാപിക്കും. അങ്ങനെ മറ്റുള്ളവരെ എന്ത് പറയാൻ എന്നുള്ള രീതിയിൽ ഇത് മഹാപാപമാണ് ബ്രാഹ്മണരെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാവരെ സംബന്ധിച്ചും. അങ്ങനെ ഇത് ഭൂമിയിൽ അനേക നാള് നടക്കും. ബ്രാഹ്മണര് വേദങ്ങളും ഗായത്രിയും കൈവെടിയും. പിന്നെ ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ പറയണു, ഭാരതത്തിലെ കലിയുഗം 5000 വർഷം കഴിയുമ്പോൾ എല്ലാ നദികളിൽ നിന്നും അവയുടെ അധിഷ്ഠാന ദേവതമാര് ഗംഗ, യമുന തുടങ്ങിയിട്ട്, അതായത് സ്വരൂപം ത്യജിച്ച് ഭഗവാൻ വിഷ്ണുവിന്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോകും. കാശിയും വൃന്ദാവനവും ഒഴിച്ച് എല്ലാ തീർത്ഥക്ഷേത്രങ്ങളിലും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകും. ഇപ്പൊ കലിയുഗം 10000 വർഷം കഴിയുമ്പോൾ ഭഗവാൻ സാളഗ്രാമത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്ര ബിംബത്തിൽ നിന്നും ഭാരതം ഉപേക്ഷിച്ച് വിഷ്ണു ലോകത്തേക്ക് പോകും. വൈഷ്ണവ ഗണങ്ങളും പുരാണം, ശംഖ, ശ്രാദ്ധം, തർപ്പണം തുടങ്ങിയ വേദകർമ്മങ്ങളും അവയോടൊപ്പം തിരിച്ചു പോകും. ശിക്ഷ, കൽപ്പം തുടങ്ങിയ വേദത്തിന്റെ 6 അംഗങ്ങളും ഈശ്വരന്റെ ഗുണകീർത്തനങ്ങളും അവരോടൊപ്പം കടന്നു പോകും. തെറ്റായ രീതിയിൽ വാമമാർഗത്തെ അവലംബിച്ചുകൊണ്ട് കള്ളവും കപടവും ജനങ്ങൾ പ്രകടിപ്പിക്കും. അതിനുശേഷം തുളസി ഇല്ലാതെ വിഷ്ണു പൂജ നടക്കും. ആരും തന്നെ ഏകാദശി വ്രതം, അല്ലെ, വിഷ്ണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണല്ലേ ഏകാദശി വ്രതം. ആരും തന്നെ ഏകാദശി വ്രതം നോക്കുകയോ കൃഷ്ണകഥ പറയുകയോ ഇല്ല. സ്ത്രീ പുരുഷന്മാരുടെ രൂപത്തിൽ തൊഴിലിൽ ഒരേപോലെ ആയിരിക്കും. വാദങ്ങളും തർക്കങ്ങളും പൂർണ്ണമായിട്ട് നിർണയിക്കപ്പെടുകയില്ല. സ്വന്തവും മറ്റൊരാളുടേതും എന്നുള്ള ഭേദവ്യത്യാസങ്ങൾ ഉണ്ടാകുകയില്ല. മിക്കവാറും പുരുഷന്മാർ സ്ത്രീകൾക്ക് അടിമകളായിരിക്കും. വീടാന്തരം വ്യഭിചരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകും. എന്ന് മാത്രമല്ല, അവർ സ്വന്തം ഭർത്താക്കന്മാരുമായിട്ട് എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കും, നിന്ദിച്ചുകൊണ്ടിരിക്കും. സ്ത്രീകൾ വീടിന്റെ അധികാരികളായിരിക്കുമ്പോൾ പുരുഷന്മാർ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കും. വേലക്കാരെക്കാൾ താഴെയായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും. അപരിചിതരെ പോലെ ബന്ധുക്കൾ പെരുമാറും. സ്ത്രീകളുടെ ആജ്ഞയില്ലാതെ പുരുഷന്മാർ യാതൊന്നും ചെയ്യുകയില്ല. ലക്ഷങ്ങളിൽ ഒരാൾ മാത്രം പുണ്യവാന്മാരായിരിക്കും.
പുരുഷന്മാരും സ്ത്രീകളും ബാലന്മാരും കുൽസിത വിചാരങ്ങൾ കൊണ്ട് വൃത്തികെട്ട രൂപമുള്ളവരായിട്ട് തീരും. ചില നഗരങ്ങൾ ജനശൂന്യമാകുമ്പോൾ ചില കുടിലുകളില് ജനങ്ങൾ തിങ്ങിപ്പാർക്കും. പാപികളെ പുണ്യവാന്മാരായിട്ടും നീചന്മാര് ശ്രേഷ്ഠന്മാരുമാകും. സ്ത്രീലമ്പടന്മാരും ജിതേന്ദ്രിയന്മാരായിട്ടും വ്യഭിചാരിണികള് പതിവ്രതമാരായിട്ടും കണക്കാക്കപ്പെടും. മഹാപാതകം ചെയ്യുന്നവര് തപസ്വികളെന്ന് വിചാരിക്കും. വൈഷ്ണവധർമ്മം നല്ലതെന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തനാണെന്ന് കരുതപ്പെടും. നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഭക്തനാവില്ല എന്നർത്ഥം. ധൂർത്തന്മാര് ഭിക്ഷുക്കളായിട്ടും ഭൂതപ്രേതങ്ങളെ ഉപാസിക്കുന്നവര് ലോകപ്രിയരായിട്ടും വരും. അല്പജ്ഞാനികളും വഞ്ചകന്മാരും ഏറ്റവും കൂടുതൽ പൂജിക്കപ്പെടുമ്പോൾ നല്ല അറിവുള്ളവര് നിന്ദിക്കപ്പെടും. സ്ത്രീകൾ 8 വയസ്സിൽ ഋതുമതികളാവും. ആ വയസ്സിൽ തന്നെ മാസധർമ്മവും ആരംഭിക്കും. ചിലപ്പോൾ ഗർഭിണികളാകും. സ്ത്രീകള് വർഷാവർഷം പ്രസവിക്കുന്നവരായിരിക്കും. 16 വയസ്സിൽ വാർദ്ധക്യ ലക്ഷണങ്ങൾ വന്നു തുടങ്ങും. കലിയുഗത്തിൽ ഈശ്വരനാമം പോലും വിൽപ്പനയായിട്ട് തീരും. കീർത്തി ഉണ്ടാകാൻ വേണ്ടി ദാനം കൊടുക്കും. പിന്നീട് രഹസ്യമായിട്ട് അത് തിരികെ വാങ്ങുകയും ചെയ്യും. ദൈവകാര്യത്തിനും ബ്രാഹ്മണ കാര്യത്തിനും ഗുരുകുല കാര്യത്തിനും കൊടുത്തതിനെ പോലും തിരികെ ചോദിക്കും. കലിയുഗത്തിൽ ചില കന്യകകളെ ഭോഗിക്കുന്നവരും ചിലർ അന്യരുടെ വധുക്കളെയും ചിലർ സഹോദരിമാരെയും ചിലർ കുഞ്ഞമ്മമാരെയും ചിലര് സഹോദര ഭാര്യമാരെയും ഭോഗിക്കുന്നവരായിരിക്കും. അഥവാ അവർ സ്വന്തം മാതാവ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നവരായിരിക്കും. സ്ത്രീ പുരുഷന്മാരിലെ ആരാണ് മറ്റൊരാളുടെ ഭാര്യ അഥവാ ഭർത്താവെന്ന് നിർണ്ണയിക്കാൻ പ്രയാസമായിരിക്കും. അഥവാ ദാമ്പത്യ ബന്ധം എന്ന ഏക കാര്യം നിർണ്ണയിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. പലരുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ ബ്രാഹ്മണര് ഇരുമ്പ്, അരക്ക്, ഉപ്പ്, രാസപദാർത്ഥങ്ങൾ ഇവയുടെ വ്യാപാരം ചെയ്യും. കാളപ്പുറത്തേറി നടക്കും, അതായത് വാഹനങ്ങൾ ഉപയോഗിക്കും എന്നർത്ഥം. ശൂദ്രന്മാരുടെ ശവം ദഹിപ്പിക്കും. ബ്രാഹ്മണന്മാര് പഞ്ചയജ്ഞം ചെയ്യാത്തവരായിട്ട് തീരും. അമാവാസി നാളിലെ ഭക്ഷണം കഴിക്കുന്നവരുമായിരിക്കും. അവര് പൂണൂൽ ഉപേക്ഷിച്ചവരും സന്ധ്യാവന്ദനം നടത്താത്തവരുമായിരിക്കും. അങ്ങനെ കലിയുഗത്തില് ലോകം മുഴുവനും മ്ലേച്ഛമായിരിക്കുന്ന ആ സമയത്ത് വൃക്ഷങ്ങള് ഒരു കൈ പൊക്കമേ ഉണ്ടാവുകയുള്ളൂ, തള്ളവിരൽ വലിപ്പമേ മനുഷ്യർക്കുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. കാരണം കലിയുഗ അന്ത്യകാലത്ത്. ഇനി കലിയുഗ വർണ്ണനം ബ്രഹ്മപുരാണത്തിൽ കൂടെ നമുക്ക് നോക്കാം. കലിയുഗത്തിലെ കേവലം ധനത്തിന്റെ മാത്രം ഉപയോഗം ഉണ്ടാകും. സജ്ജനങ്ങൾ സമ്മാനിക്കപ്പെടുകയില്ല, ദുർജനങ്ങൾ നിന്ദിക്കപ്പെടുകയുമില്ല. പുരുഷന്മാര് വികൃത രൂപമുള്ളവരും മുടി മുറിച്ചവരുമായിരിക്കും. 16 വയസ്സിന് മുമ്പേ സ്ത്രീകൾ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കും. ദേശത്തിൽ ആഹാര വിൽപ്പന നടക്കും. നാൽക്കവലകളിൽ വേദം വിൽക്കപ്പെടും. സ്ത്രീകൾ ശരീരം വിൽക്കും. ഹിംസ്ര ജന്തുക്കൾ അധികം ഉണ്ടാകും. പശുക്കൾ കുറയും. ഋതുക്കൾ വിപരീതമാകും. ബ്രാഹ്മണര് തപഫലം യജ്ഞഫലം വിൽപ്പന ചരക്കാക്കും. പുത്രൻ പിതാവിന് എന്തെങ്കിലും കൊടുത്താൽ അത് ദാനമായി കണക്കാക്കും. സ്ത്രീകളോടുള്ള രതിവാസനയ്ക്കപ്പുറം ലോകത്ത് മനുഷ്യർക്ക് മറ്റൊന്നും വലുതായിട്ട് തോന്നുകയില്ല. പുരുഷന്മാരുടെ സംഖ്യ കുറഞ്ഞും സ്ത്രീകളുടെ സംഖ്യ കൂടിയും ഇരിക്കും. യുഗത്തിന്റെ അവസാനമാകുമ്പോൾ ജനങ്ങള് പരലോകമുണ്ടോ എന്ന് സംശയിച്ചു തുടങ്ങും. കാരണം നിയമവും ശപഥവും ആരും പാലിക്കുന്നതല്ല. അപ്പോ ആ പാലിന് വേണ്ടി ആടുകളെ കറക്കും. നക്ഷത്രങ്ങളെ വിവർണമാകും. ദിക്കുകൾ മാറിയതായിട്ട് തോന്നും. സന്ധ്യാസമയത്ത് നിറങ്ങൾ വിചിത്രമായിരിക്കും. പുത്രൻ പിതാവിനെയും മരുമകൻ അമ്മാവിയമ്മയും ഓരോ കാര്യങ്ങൾക്കായി അയക്കും. ഉറങ്ങിയ ഭർത്താവിന്റെ അടുക്കൽ ചെന്ന് സ്ത്രീകൾ മറ്റു പലയിടത്തേക്കും ഇറങ്ങിപ്പോകും. കലിയുഗത്തിന്റെ അവസാനം മഹായുദ്ധങ്ങൾ നടക്കും. ഒരുപാട് മഴ പെയ്യും. വായു വളരെ വേഗത്തിൽ വീശും. സൂര്യപ്രകാശവും ചൂടും അധികമാകും. കലിയുഗത്തിൽ ഏതെങ്കിലും പ്രധാന മനുഷ്യരുണ്ടായാൽ മറ്റു മനുഷ്യർ അവരുടെ കഥയും ചരിത്രവും എഴുതിയും പ്രചരിപ്പിച്ചും അവരെ പൂജിക്കും. ആയുസ് ക്ഷയിക്കുന്ന കാരണം കൊണ്ട് തന്നെ മാത്രം പ്രജകള് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വിരക്തനാകും. എന്നിട്ട് സന്യാസിമാരുടെയും മറ്റും ദർശന ശുശ്രൂഷയ്ക്കായി എപ്പോഴും ചുറ്റിക്കൂടുകയും ചെയ്യും. അങ്ങനെ ബ്രഹ്മപുരാണം ഇതാണ് കലിയുഗത്തെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ശിവപുരാണത്തിൽ കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ഘോര കലിയുഗം ശിവപുരാണം എന്താണ് പറയുന്നത്? ഘോര കലിയുഗം എന്നാണ് പറയുന്നത്. അത് വന്നെത്തി കഴിയുമ്പോൾ മനുഷ്യർ പുണ്യകർമ്മങ്ങളിൽ നിന്ന് വഞ്ചിതരാകും. എല്ലാവരും ദുരാത്മാക്കളായിട്ട് തീരും, ദുരാചാരികളായിട്ട് തീരും. ധാരാളം കള്ളം പറയുന്നവരാകും. മറ്റുള്ളവരെ നിന്ദിക്കുക, പരസ്ത്രീകളോടൊപ്പം ഭോഗവിലാസങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത്, കൊല്ലുന്നതിന് തൽപരരായിട്ട് തീരുക, ശരീരത്തിനെ ആത്മാവെന്ന് കരുതി ആ മൂഢരും നാസ്തികരുമായിട്ട് മൃഗബുദ്ധിയുള്ളവരുമായിട്ടുള്ളവരും മാതാപിതാക്കളെ ദ്വേഷിക്കുന്നവരും സ്ത്രീകളെ ദേവതമാരെ പോലെ കണ്ട് പൂജിക്കുന്നവരും കാമിക്കുന്നവരും ആയിട്ട് തീരും. ഈ കലിയുഗത്തിന്റെ സാമാന്യ സംഭവങ്ങളാണിത്. ബ്രാഹ്മണര് വേദത്തെ വിറ്റ് ഉപജീവനം നടത്തും. ധനമുണ്ടാക്കുന്നതിൽ വലിയ അഭ്യാസികളായിട്ട് തീരും. അറിവിന്റെ മതത്തിൽ ലയിച്ച് നടക്കും. വർണ്ണാശ്രമങ്ങൾ ഇല്ലാത്തവരും ത്രികാല സന്ധ്യ നടത്താത്തവരും
ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് സദാ സർവദാ വിദൂരത്തില് നിൽക്കുന്നവരുമായിരിക്കും ഇവര്. പുരുഷന്മാര് തന്റെ കാമിനികളോടൊത്ത് എപ്പോഴും മൃഗങ്ങളെ പോലെ രമിച്ചു ഇരിക്കും. ജനങ്ങള് ബ്രാഹ്മണ ഭോജനം നടത്താത്തവരും ആർക്കും ദാനം കൊടുക്കാത്ത പിശുക്കന്മാരുമായിട്ട് തീരും. ഭർത്താവ് എന്ന രീതിയിൽ അന്യ സ്ത്രീകളോടൊത്ത് സഹവസിക്കാൻ പുരുഷന്മാര് അത്യന്തം ഇഷ്ടമുള്ളവരായിട്ട് തീരും. കർമ്മം ചെയ്യുന്നവര് വേദമന്ത്രങ്ങൾ എപ്പോഴും ഉരുപ്പിട്ടുകൊണ്ടേയിരിക്കും. സാളഗ്രാമം, ശിവലിംഗം മുതലായവയെ സംഘടിപ്പിക്കും. വിപരീത ബുദ്ധിക്കാര് ബ്രാഹ്മണരോട് വൈരം പുലർത്തും. കഥാപാരായണവും പ്രഭാഷണവും കേൾക്കുന്നവര് രാജാക്കന്മാരുടെ വേഷം ധരിക്കും. കാമവാസന കൊണ്ട് മാത്രം കാമുകന്മാരുടെയും ജാരന്മാരുടെയും ഒപ്പം സഹവർത്തിക്കുന്ന സ്ത്രീകള് സ്വന്തം ഭർത്താക്കന്മാർക്കെതിരായിട്ട് പ്രവർത്തിക്കും. ഇതാണ് ശിവപുരാണം പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാ പുരാണങ്ങളും പറയുന്നത് ഏകദേശം ഒരുപോലെയാണ് അല്ലെ? എല്ലാ പുരാണങ്ങളിലും ഒരുപോലെയാണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കലിയുഗ വർണ്ണനയ്ക്ക്. കാരണം അർഹിക്കുന്ന ആ കാലഘട്ടവുമായിട്ട് ഇത്രയേറെ സാമ്യതകൾ പുലർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഋഷിമാര് അവരുടെ ജ്ഞാനദൃഷ്ടിയായിട്ട് ദീർഘദർശനം ചെയ്യുക മാത്രമല്ല, ചിരഞ്ജീവികളായിട്ടുള്ള ഇവര് അനേക യുഗങ്ങളിൽ കണ്ടിട്ടുള്ള കലിയുഗത്തിന്റെ ആവർത്തനങ്ങളെ ഓർമ്മിച്ചാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പൊ കലിയുഗ വർണ്ണനകൾ നമ്മൾ 5 കാര്യങ്ങൾ കണ്ടു ഇല്ലേ? സദാചാരത്തെ കുറിച്ച് കണ്ടു. ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് സദാചാരത്തെ കുറിച്ചാണ്. ആ ഒരു കലിയുഗത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ചാണ് അല്ലെ? ധർമ്മവും അധർമ്മവും ആ ലൈംഗികതയുടെ ആധാരത്തിലാണ് ഏറ്റവും കൂടുതൽ വേർതിരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. വാസ്തവത്തിൽ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ സൃഷ്ടി രൂപമായിരിക്കുന്ന മൈഥുനത്തിനാണ്. മൈഥുനം ധർമ്മത്തിലൂടെ ജനിക്കുന്ന മനുഷ്യൻ ഒന്നാമതായിട്ട് പരിപാലിക്കപ്പെടേണ്ട ധർമ്മം മൈഥുന ധർമ്മമാണ്. അത് തകർന്നാൽ ധർമ്മം തകർന്നു എന്നാണ് അർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും ധർമ്മത്തിന് തകർച്ച ഉണ്ടാകുമെങ്കിൽ മൈഥുന ധർമ്മം തകർന്നിരിക്കണം. ഇപ്പൊ കലിയുഗം എന്ന് പറഞ്ഞാൽ എന്താ? ആ അധർമ്മത്തിന്റെ യുഗമാകുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധം തകർന്ന് തരിപ്പണമാകും. ഇന്ന് നമുക്കറിയാം കുടുംബ കോടതികളിലേക്ക് എത്ര കേസുകളാണ് നിലനിൽക്കുന്നത്. അറിഞ്ഞത് കുറച്ച്, അറിയാത്തതായിട്ടുള്ള ധാരാളം. അപ്പൊ പുരാണങ്ങൾ കലിയുഗത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിലപിക്കുന്നത് ഈ തകർച്ചയെ കുറിച്ചാണ്. കാരണം സദാചാരം, കാരണം അത് നശിച്ചു കഴിഞ്ഞാല് അപ്പൊ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ടല്ലേ, ലോകം നശിക്കാൻ വേറൊന്നും വേണ്ട, സ്ത്രീ നശിച്ചു കഴിഞ്ഞാൽ കുടുംബം നശിച്ചു. അപ്പൊ പുരാണം ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നതും ദോഷം ചാരുന്നതും സ്ത്രീകളെയാണ്. എന്തുകൊണ്ടെന്ന് നമുക്ക് ചോദിക്കാം. കാരണം എന്താ? തെറ്റിലെ പുരുഷനും തുല്യ പങ്കാളിത്തം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ സ്ത്രീകളെ മാത്രം കൂടുതൽ പഴിക്കുന്ന എന്തിന്? കാരണം വ്യക്തമാണ്. ലോകത്തിൽ പുരുഷന്മാര് മാത്രം വിചാരിച്ചാൽ വ്യഭിചാരം എന്നൊന്നും നടക്കില്ല. അതിന് സ്ത്രീ കൂടി വശംവദയാവേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും സ്ത്രീ വശംവദയാകുന്നില്ലെങ്കിൽ പുരുഷന് ജാരസമ്പർക്കം അസാധ്യമാണ്. ഇപ്പൊ സൃഷ്ടിയുടെ ശരീര നിർമ്മാണ രീതി അനുസരിച്ച് പുരുഷൻ സ്ത്രീ ആയാലും വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നവനാണ് അല്ലെ? എന്നാൽ സ്ത്രീകളാകട്ടെ അവരുടെ ആ ഒരു നൈതികത അനുസരിച്ച് അത്ര പെട്ടെന്ന് പ്രലോഭനം കൊള്ളാറില്ല. പ്രകൃതി അതിനു കൂടിയുള്ള ആ ഒരു സംയമ ശക്തി സ്ത്രീക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീയുടെ ഭാഗമാണ് ഭദ്രമായിട്ട് ഇരിക്കേണ്ടത്. സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനവും പ്രലോഭനവുമാണ് പുരുഷനെ ആ ഒരു ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നത്. മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ പുരുഷൻ സ്ത്രീയുടെ എതിർപ്പിനെ ഭയക്കുന്നവനും ഒരു ജാള്യത ഉള്ളവനുമാണ്. മാത്രമല്ല പുരുഷൻ കൊടുക്കുന്നവനാണ്, സ്ത്രീ ആകട്ടെ സ്വീകരിക്കുന്നത്. അപ്പൊ കൊടുക്കുന്നതിനേക്കാളും സ്വീകരിക്കുന്നതിനാണ് വിധേയത്വം കൂടുതലുള്ളത് അല്ലെ? അപ്പൊ സ്ത്രീയുടെ സ്വീകരണം മാന്യമുള്ളതായിരിക്കണം. അങ്ങനെ വേണമെങ്കിൽ അവൾ ഒന്നിനെ മാത്രമേ സ്വീകരിക്കാവൂ. കാരണം സ്ത്രീയിലാണ് പുരുഷന്റെ ആശയും അഭിലാഷവും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞ ശാരീരികമായും മാനസികമായിട്ടും ദുർബലയാണ്. അവരെ സംരക്ഷിക്കാൻ കൂടിയാണ് പുരുഷൻ അധ്വാനിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ പരപുരുഷനെ തേടിപ്പോയാൽ പിന്നെ അതിൽ പരം വഞ്ചനയും പാതകവും ഈ ലോകത്തില്ല എന്ന് പറയാം. പുരുഷൻ സ്ത്രീയെ തേടാനും തേടുക എന്നുള്ളത് ഇതിനർത്ഥം അല്ല. അങ്ങനെയല്ല ഇതിന് പറഞ്ഞിരിക്കുന്നത്. കാരണം പുരുഷൻ സ്ത്രീയെ തേടാമെന്ന് ഒരു എന്താ പറയാ നിയമവും ഇല്ല. കാരണം ഒരു സ്ത്രീക്കും പരപുരുഷനെ വേണ്ടെങ്കിൽ പിന്നെ പരപുരുഷൻ പരസ്ത്രീ എങ്ങനെയാണ് ലഭിക്കുക? സാധാരണ പുരുഷന്മാരുടെ സിംഹഭാഗവും മറ്റൊരു സ്ത്രീയില് അവര് സ്വാഗതം ചെയ്യുന്നത് കൊണ്ടാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ പുരുഷന് നൽകാൻ താല്പര്യപ്പെടുമ്പോൾ വാങ്ങിക്കാൻ ആളുണ്ടാകുന്നത് അവർക്ക് സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അതുകൊണ്ട് കലിയുഗ തകർച്ചയ്ക്ക് സ്ത്രീയുടെ ചഞ്ചല സ്വഭാവം വളരെയധികം പ്രാധാന്യം കൊടുക്കണം. സ്ത്രീകളെ തങ്ങൾക്ക് പാതിവൃത്യം ഉണ്ടെന്ന ആ ഒരു നിയമത്തെ അവര് സ്വീകരിച്ചേ മതിയാകൂ. കാരണം അവരിലെ സ്വാർത്ഥത, കാരണം സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ വിളക്ക് അല്ലെ? ഒരു അമ്മ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് സ്ത്രീകൾക്ക് തന്റെ ഇടം വർദ്ധിച്ചു വരുന്നു, പിടക്കോഴി കൂവുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പെണ്ണുങ്ങൾ കലിതുള്ളുന്നു. അപ്പൊ അതിനെ ദുശ്ശകുനമായിട്ടാണ് ശാസ്ത്രം കാണുന്നത്. കാരണം അവര് സ്വന്തം ശരീരം പോലും തുറന്ന് പ്രദർശിപ്പിച്ച് ലോകത്തിനെ ഒരു പാപ ഭണ്ഡാരമാക്കിയിരിക്കുകയാണ്.
ലോകാവസാനമായിട്ടില്ല ഇപ്പോഴ്. എന്നിട്ട് ഇപ്പൊ പോലും നമുക്കറിയാം എന്താണ് നഗ്നതാ പ്രദർശനങ്ങൾ സ്ത്രീകളാണ് കൂടുതലും നടത്തുന്നത്. ഇപ്പൊ വിദ്യാലയ കലാശാലകള്, സിനിമാ ലോകം, സൗന്ദര്യ മത്സരം, മോഡലിംഗ്, കായിക വിനോദം ഈ മേഖലകളിൽ നമ്മൾ നോക്കാം. ഇന്ന് കലിയുഗത്തിന്റെ അസാൻമാർഗീയതയുടെ വിപണന കേന്ദ്രങ്ങളാണ് ഇതെല്ലാം തന്നെ. മാത്രമല്ല ലോകത്തിലെ എല്ലാ കർമ്മ മേഖലകളിലും സ്ത്രീകളുടെ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോ. കലിയുഗം കാൽച്ചുവട്ടിൽ വന്നെത്തിയെന്ന് നിസ്സംശയം നമുക്ക് പറയാം. കാരണം ചുരുക്കത്തിലെ പെണ്ണുങ്ങൾ ആണത്വം ഉണ്ടായി എന്ന് പറയാം. ആണുങ്ങളെല്ലാം കുറേശ്ശെ പെണ്ണുങ്ങളായിട്ട്, അതായത് പെണ്ണമ്മമാരായിട്ട് തീർന്നുകൊണ്ടിരിക്കണമെന്നും പറയാം. എന്നാലും ഒന്നറിയുക, എപ്പോഴും മുൻപന്തിയിൽ എത്തുന്നതും ഭരിക്കുന്നതും ആണത്വം തന്നെയാണ്. രൂപത്തിലെ സ്ത്രീ ആയാലും അവൾക്ക് അനുകരിക്കുന്നത് പുരുഷത്വത്തെയാണ്. സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയാ നിയമങ്ങള്, കുറെ റെസ്ട്രിക്ഷൻസ് ബാധകമാണ്. അല്ലാന്ന് പറയാൻ പറ്റില്ല. പുരുഷനെ പോലെ സ്ത്രീകൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധ്യമല്ല. കാരണം അവൾ അമ്മയാണ്, പ്രകൃതിയാണ്. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് സ്ത്രീയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താ, ബ്രാഹ്മണന്റെ അധപതനത്തെ കുറിച്ച് പറയണം. ധർമ്മകാര്യത്തിൽ സ്ത്രീകളുടെ വഴിതെറ്റൽ എത്ര ദോഷകരമാണോ അതുപോലെ തന്നെയാണ് ദൈവികതയുടെ കാര്യത്തില് ബ്രാഹ്മണരുടേത്. ഇഹലോക സൗഖ്യവും ശാന്തിയും സ്ത്രീകളിൽ കേന്ദ്രീകരിച്ച പോലെ പരലോക സൗഖ്യവും ശാന്തിയും ശാസ്ത്രങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ബ്രാഹ്മണര് വേദത്തിനെയും ആത്മാവിനെയും ഈശ്വരനെയും ഉപേക്ഷിച്ച മട്ടാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം, ജീവിത പ്രാരാബ്ദങ്ങളായിരിക്കാം കാരണം. എന്നാലും പുരാണങ്ങള് കലിയുഗ ബ്രാഹ്മണ്യത്തിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. നമ്മളിതൊരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രാഹ്മണര് നന്നായിരുന്നാൽ അവർക്ക് ലോകത്തിന് നന്മ ഉണ്ടാക്കാൻ സാധിക്കും. അവര് നശിച്ചാലോ ദോഷം അവർക്കാണ്. ഈ യുഗത്തില് സ്ത്രീകള് ചാരിത്രശുദ്ധിയും ബ്രാഹ്മണര് ആചാര്യവിശുദ്ധിയും വന്നു പോയാൽ എന്താ പറയാ, കലിയുഗ ധർമ്മം പിന്നെ എങ്ങനെയാണ് നടക്കുക? അതുകൊണ്ട് കലിയുടെ എല്ലാം തന്നെ, കലി ഇവരിലെല്ലാം ആ ഒരു നടനം ചെയ്തുകൊണ്ടിരിക്കുന്ന കലിയുടെ വിപത്തുകളെല്ലാം തന്നെ ഇവരിലെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളെയും ബ്രാഹ്മണരെയും. പിന്നെ പാഷണ്ഡ മതങ്ങളും ഹിന്ദു മതങ്ങളും, പാഖണ്ഡ മതങ്ങള്, ഹിന്ദു മതത്തെ പാഖണ്ഡന്മാർ എന്ന് പറയുന്നവർ വാദിച്ച് അവരുടേതാക്കുമെന്ന് പുരാണങ്ങൾ പറയണം. കാരണം നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല, വിശ്വസിക്കണം. ഇതിന്റെ തെളിവായിട്ട് മറ്റെങ്ങും പോകണ്ട, കേരളത്തിൽ തന്നെ ഇറങ്ങുന്ന കുറെ ലഘുലേഖകളെ മാസികകളൊക്കെ നോക്കിയാൽ മതി അല്ലെ. സ്വന്തം മതം ഏതെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില വിപരീത ജന്മങ്ങള്, ഭഗവത്ഗീത ഉപനിഷത്തുകളൊക്കെ തന്നെ അതുമായിട്ട് യാതൊരു സാമ്യവുമില്ലാത്ത മതങ്ങളുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് വ്യാഖ്യാനം ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ സംസ്കൃത ഭാഷയുടെ അർത്ഥം 7 അയലത്തുകൂടെ പോയിട്ടില്ലാത്ത ആ മടയന്മാര് വേദപ്രസിദ്ധമായ പല സൂക്തങ്ങളെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോ പ്രചരിപ്പിക്കാറുമുണ്ട്. വാസ്തവത്തിൽ ഈശ്വരന്റെ യാഗവും ഹോമവും ഇത്ര മ്ലേച്ഛമായിട്ട് നടത്താൻ ശ്രമിക്കാതെ എന്താ പറയാ, നമ്മള് പലരും ലേഖനങ്ങളിൽ കൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്, യാഗം നടത്തുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ ആധ്യാത്മിക കേരളത്തില് എന്താ പറയാ, പലരെയും നമുക്ക് ഈശ്വരന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലും തെറ്റായിട്ടാണ്. അത് എതിർക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. എന്തായാലും കലിയുഗമല്ലേ, സ്വന്തം വ്യക്തിത്വമില്ലാത്തവർക്ക് വ്യക്തിത്വമുള്ള സിദ്ധാന്തങ്ങളെ കൂട്ടുപിടിച്ചെങ്കിലും തങ്ങളുടെ ഭാഗം സ്ഥാപിക്കണം അല്ലെ. എന്നാലല്ലേ വേദധർമ്മം നശിച്ച് ഈ മ്ലേച്ഛ മതങ്ങൾ പ്രചരിപ്പിക്കുന്ന കലിയുഗ ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ. ഇത് മാത്രമല്ല, പല വേഷത്തിലും ഭാവത്തിലും ഒരു ഭാഗത്തു നിന്ന് ഓംകാരം, ഭഗവത്ഗീത, വേദമന്ത്രങ്ങളെ, ശാന്തിപാഠം ഇവയെല്ലാം തന്നെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഓംകാരത്തെ തന്നെ പല തെറ്റായിട്ടുള്ള എന്താ പറയാ അനുകരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്ന എത്രയോ പേരുണ്ട്. ഇതെല്ലാം കലിയുടെ കളിയാണ്, കലി ബാധിച്ചത് കൊണ്ടാണ്. പിന്നെ ഭരണവ്യവസ്ഥയെ കുറിച്ച് എന്താ പറയുന്നത്, ഭരിക്കുന്നത് എപ്പോഴും രാജാവായിരിക്കും. എന്നാൽ കലിയുഗത്തില് രാജവ്യവസ്ഥ മാറി പ്രജകൾ ഭരിക്കും എന്നതിനെ എല്ലാ ജാതിയിൽ നിന്നുള്ള രാജാക്കന്മാർ ഉണ്ടാകുമെന്ന വാക്യത്തിലൂടെയാണ് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജാക്കന്മാര് പ്രജാസ്നേഹമില്ലാത്തവരും കള്ളന്മാരും അനാശാസ്യ പ്രവർത്തകരുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയക്കാരോടത് വളരെ സാമ്യമാണ് അല്ലെ. മാത്രമല്ല മ്ലേച്ഛമതങ്ങളോട് കൂട്ടുകൂടി കലിയുഗത്തിലെ രാജാക്കന്മാർ ആര്യധർമ്മത്തെ എതിർക്കുമെന്നും പറയുന്നുണ്ട്, അതിനെതിരെ പ്രവർത്തിക്കും. ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ജനാധിപത്യം എന്നുള്ള പേരിൽ നമുക്ക് പലതും കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതത്തിൽ ഇത് വളരെ സുവ്യക്തമായിട്ടുള്ള കാഴ്ചയാണ്. ഹിന്ദു ധർമ്മത്തിന്റെ ഈറ്റില്ലമായിരിക്കുന്ന ഭാരതത്തിൽ ഈ മതത്തിനും പ്രാധാന്യമുണ്ട് എന്നതിൽ കവിഞ്ഞ് സമ്പൂർണമായിട്ട് ഒരു പ്രാധാന്യം കൊടുക്കാൻ ഒരു ഭരണാധികാരി ശ്രമിക്കുന്നില്ല. മാത്രമല്ല ഹിന്ദുമതം ഏതോ 2ാം കിടയോ 3ാം കിടയോ ആയിട്ടാണ് ഇന്ന് ചില ഭരണകർത്താക്കൾ കാണുന്നത്. ഇതൊക്കെ കലിയുഗത്തിന്റെ ഒരു എന്താ പറയാ താടനങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോ
സർവ്വസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്ന് സാധാരണയായി പോയ പല കാര്യങ്ങളും അന്നേ എടുത്തു പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങള്. അപ്പൊ നമുക്കിത് വളരെ അത്ഭുതകരമാണ് അല്ലേ ഇതൊക്കെ പറഞ്ഞു. ഇതിന് ഉദാഹരണമാണ് കൂർമ്മ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ജനങ്ങൾ ധർമ്മം പാലിക്കാൻ നോക്കാതെ ഉദ്യോഗം തേടി പോകുമെന്നുള്ളത്. അതുപോലെ മറ്റൊന്ന് ബ്രഹ്മപുരാണത്തിൽ കാണുന്ന കലിയുഗത്തില് പ്രധാനപ്പെട്ട മനുഷ്യരുണ്ടാവുമെങ്കിൽ അവര് കഥയും കീർത്തനവും ഒക്കെ പാടി ജനങ്ങൾ അവരെ പൂജിച്ച് നടക്കുന്നു അല്ലെ. നമുക്കിന്ന് മനുഷ്യ ദൈവങ്ങളെയൊക്കെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഈ ആധുനിക ലോകത്ത് അത് വളരെ വ്യക്തമാണ്. ചില മഹാത്മാക്കളുടെ സന്യാസിമാരുടെയൊക്കെ സാമുദായിക പ്രവർത്തകരുടെ നേതാക്കന്മാരുടെയൊക്കെ കഥകൾ എഴുതി വെച്ച് പ്രചരിപ്പിച്ച് നടക്കുന്നത് സാധാരണ കാഴ്ചയാണ് ഇല്ലേ. മാത്രമല്ല ചിലരുടെ ചിത്രങ്ങള്, പ്രതിമകള്, അതിലൊക്കെ പൂജ അർച്ചനകൾ വരെ ചെയ്യുന്നുണ്ട്. ചിലരുടെ പേരിൽ മഹാകാവ്യങ്ങള്, സഹസ്രനാമങ്ങള്, മന്ത്രങ്ങൾ പോലും എഴുതി ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യരുടെ പേരിൽ. ഇതെല്ലാം കലിയുഗത്തിന്റെ മാത്രം ലക്ഷണങ്ങളായിട്ടാണ് പുരാണം പറയുന്നത്. ഇപ്പൊ സനാതന വേദ നിയമം അനുസരിച്ച് മനുഷ്യരുടെ അവരെത്ര വലിയവരാണെങ്കിലും അവരുടെ സ്തുതിയോ മന്ത്രങ്ങളോ അവരുടെ യശസ്സിനെ കുറിച്ചുള്ള ഗാനങ്ങളോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. അന്ന് അവയെല്ലാം ഈശ്വരന് വേണ്ടി മാത്രമാണ് ചെയ്തു വന്നിരുന്നത്. ഇന്ന് കാണുന്ന വ്യക്തി പൂജ പ്രകടനങ്ങള് കലിയുടെ വിക്രിയകളായിട്ട് പുരാണം അന്നേ ദർശിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത് തിരിച്ചറിയണമെന്ന് മാത്രം. പിന്നെ കൂർമ്മ പുരാണത്തിൽ പറയുന്നു ചപലവും ലൗകികമായിട്ടുള്ള രീതിയിൽ ദേവന്മാരെ കുറിച്ചുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്നു. എന്തായാലും ഇന്നത്തെ കാസറ്റ് പാട്ടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാണെങ്കിൽ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ രൂക്ഷ സംഗീതത്തോടും മറ്റും വെറും സാധാരണ സാഹിത്യ തലത്തിലെ രാഗതാള മേളങ്ങളുടെ പകിട്ടുകൊണ്ട് മാത്രം ഇന്ന് ഇറങ്ങുന്ന പാട്ടുകള് അല്ലെ എന്തെങ്കിലും കഴമ്പുള്ള പാട്ടുകളായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? ഇപ്പൊ കേരളത്തിലെ ശബരിമല അയ്യപ്പനും ഗുരുവായൂരപ്പനും വേണ്ടി ഇറങ്ങുന്ന കാസറ്റ് വെറും ഒരു എന്താ പറയാ ശബ്ദത്തിന്റെ ഒരു ജാലം എന്നല്ലാതെ അതിന് അർത്ഥമോ പണ്ടത്തെ ഭക്തിയോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നതല്ല. അപ്പൊ സന്യാസം എന്നാൽ സമ്പന്നതയാണെന്ന് വ്യാഖ്യാനിക്കും. അത് അങ്ങനെയും ഉണ്ട്. അപ്പൊ കാലത്തിന്റെ ഒരു ആവശ്യമോ ഗത്യന്തരമില്ലായ്മ എന്തായാലും ശരി, ഒരു സന്യാസിയുടെ മഹത്വം അളക്കപ്പെടുന്നതും അയാൾക്ക് കീർത്തിയും ഒരു സമുദായ പ്രതിഷ്ഠയും ഉണ്ടാകുന്നതും ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള ത്യാഗത്തിൻ്റെതായിട്ടുള്ള തോതിലല്ല, മറിച്ച് ശിഷ്യന്മാരുടെ എണ്ണത്തിലാണ്. യാത്രയുടെ ആർഭാടം, ആശ്രമത്തിന്റെ വലിപ്പം, എത്ര നിലകളുണ്ട്, കൂടാതെ സന്യാസിമാര് തപസ്സും ജ്ഞാനവും യോഗവും ഒക്കെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നു അല്ലേ. വലിയ തുകകളാണ് അവർ ദക്ഷിണയായിട്ട് മേടിക്കുന്നത്. നമുക്കറിയാം ചില ആശ്രമങ്ങളില് അവിടുത്തെ എന്താ പറയാ ആശ്രമ ഭടാധിപതിയെ കാണണമെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഇത് നമ്മള് കലിയുഗത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് കാണണം. അപ്പോ ഈ ഭാരതീയ യോഗിമാരും അവിടെ തമ്പടിച്ച അമേരിക്കക്കാരെയും ബ്രിട്ടീഷുകാരെയും ഒക്കെ ആധ്യാത്മികമായിട്ട് പ്രബുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ചാക്ക് കണക്കിന് ഇവിടെ നിന്നും ആത്മീയം കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗ, തന്ത്രം, മന്ത്രം, വേദാന്തം, ഭഗവത്ഗീത, കുണ്ടലിനി, ജാഗരണം അല്ലേ, വെള്ളമോതി ഒഴിക്കല്, കൂടോത്രം, എന്തൊക്കെയാണ് വിദേശീയരെ പഠിപ്പിച്ച് ഭാരതത്തിന് നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആത്മീയ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ പലരും നിതാന്ത പരിശ്രമത്തിലാണ്. ഇതാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കലിയുഗം അല്ലേ ഇല്ലേ നമ്മൾ പറയാറുണ്ട് കലിയുഗം അല്ലേ ഇതൊക്കെ സംഭവിക്കുന്നു. നമ്മൾ നിസാരമായിട്ട് ഇത് തള്ളിക്കളയുന്നതുകൊണ്ട് ഓരോ ദിവസവും ഒരു ഭാരതത്തിന്റെ ആത്മീയ ചൈതന്യം ഇന്നും ഒരു എന്താ പറയാ ഹിമാലയത്തിൽ ഇരിക്കുന്ന കുറച്ച് തപസ്വികളുടെ അവരുടെ ഒരു എന്താ പറയാ കർമ്മത്തിന്റെ ഫലമായിട്ട് ഇന്നും ഭാരതം പഴയ പോലെ നിലനിൽക്കുന്നു. ഒരു ദുഷ്ടശക്തിക്കും ഭാരതത്തിനെ തകർക്കാൻ കഴിയുന്നില്ല. സനാതന ധർമ്മം പാഗണ്ടികളാൽ എന്താ പറയാ കൊണ്ടാടപ്പെടണം. എങ്കിൽ കലിക്ക് ഇതുപോലുള്ള വ്യവസായികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കച്ചവട ചരക്കുകളാക്കുന്നവരെ കലിയുഗത്തില് ഒരുപാട് ഉണ്ടാക്കുന്ന എന്താ ഭാരതത്തിന്റെ ഒരു അഖണ്ഡമായിരിക്കുന്ന ഹിന്ദു മതത്തെ തകർക്കാനാണ്. പക്ഷെ ഒരിക്കലും എന്താ പറയാ അത് ആധ്യാത്മിക നിഷ്ഠയുള്ള കുറച്ചു പേരെങ്കിലും ഉള്ളത് കൊണ്ട്, ചില പ്രസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട്, ഹിമാലയം പോലെയുള്ള ഒരു പുണ്യഭൂമി ഉള്ളത് കൊണ്ട് ഇന്നും എന്താ പറയാ ഭാരതം മറ്റുള്ളവരുടെ മുമ്പില് തല കുനിക്കാതെ തന്നെ എത്രയൊക്കെ പറഞ്ഞാലും സപ്തർഷികൾ 7 പേര് അടുത്ത യുഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാകും. കാരണം എന്താ പറയാ ഒരിക്കലും അങ്ങനെ സത്യത്തെ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മള് ഈ കണ്ടതെല്ലാം തന്നെ പുരാണങ്ങളിൽ നേരത്തെ എഴുതി വെച്ചിരുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നത്തെ
ന്യൂസ് അവർ എന്ന് പറഞ്ഞ് നമ്മൾ പത്രമെടുത്താലും ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ തന്നെ നമ്മൾ കാണുമ്പോഴത്തേക്ക് അത് ഇതുമായിട്ട് ഏകദേശം സാമ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് അതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറാം ഇല്ലേ? കലിയുഗത്തിൽ ഇതൊക്കെ നേരത്തെ പറയുന്നത് എന്തിനാ? നമുക്ക് അതിനുള്ള ഒരു പോംവഴി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ അവസാനം, അതായത് യുഗാവസാനം എങ്ങനെയാണ്, പ്രളയം എങ്ങനെ വരും, അതുകൂടെ നമുക്ക് നോക്കാം. കാരണം ഒരു യുഗത്തിന്റെ അവസാനം, കലിയുഗം അവസാനിക്കണം, ഇനി നമുക്ക് സത്യയുഗത്തിലേക്ക് പ്രവേശിക്കണം ഇല്ലേ? ഓരോ യുഗത്തിന്റെ അന്ത്യത്തിലും സൃഷ്ടിയുടെ അന്ത്യത്തിലും എല്ലാ കേന്ദ്രത്തിലേക്ക് ലയിച്ചു ചേരുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രളയം എന്ന് പറയുന്നത്. അപ്പൊ പ്രളയത്തിന് മുമ്പ് തന്നെ എല്ലാം സംഹരിക്കപ്പെട്ടിരിക്കും. ഈ പ്രളയം 4 വിധത്തിലാ പറയുന്നത്. ശ്രീമദ് ഭാഗവതം ഇപ്രകാരം പറയുന്നു: നിത്യം, നൈമിത്തികം, പ്രാകൃതം, ആത്യന്തികം. ഇങ്ങനെ 4 പ്രളയങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ നിത്യപ്രളയം എന്നും സംഭവിക്കുന്നതാണ്. ജീവികളുടെ ഉറക്കം ഇല്ലേ, മരണം, ഇത് ഈ വിഭാഗത്തിൽ പെടുന്ന പ്രളയമാണ്. കാരണം ഉറക്കത്തിലും മരണത്തിലും ഏത് ജീവിക്കും തനിക്ക് തൊട്ടു മുൻപായി ഉണ്ടായിരുന്ന ലോകം അത് ലയത്തെ പ്രാപിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അതിനെ നിത്യം എന്ന് പറയുന്നത്. ഈ നൈമിത്തിക പ്രളയമാകട്ടെ എല്ലാ കൽപ്പത്തിന്റെയും അവസാനത്തിൽ സംഭവിക്കുന്നതാണ്. 1000 ചതുർയുഗങ്ങൾ കൂടുന്നതാണ് ഒരു കൽപ്പം. അപ്പോ അതായത് സത്യ, ത്രേത, ദ്വാപര, കലി, ഇങ്ങനെ 4 ചേർന്ന് 1000. അപ്പൊ യുഗങ്ങളുടെ കാലഗണന എന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ. ഇത് ജഗത് സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവിന്റെ ഒരു ദിവസം മാത്രമാണ്. അപ്പൊ അത്രയും സമയം ബ്രഹ്മാവിന് രാത്രിയാണ്. രാത്രിയിൽ ബ്രഹ്മാവ് ഉറങ്ങണു. അപ്പൊ 3 ലോകങ്ങളും ലയിച്ചു ചേരുന്നു. ഈ അവസരത്തിൽ സർവ്വ വിശ്വത്തിന്റെയും ഉള്ളിൽ ലയിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നാരായണൻ ശയിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ ഓരോ ദിവസങ്ങൾ കടന്ന മാസങ്ങളും വർഷങ്ങളുമായിട്ട് അവസാനം ബ്രഹ്മാവിന് 100 വയസ്സെത്തുമ്പോൾ ബ്രഹ്മദേവന്റെ ആയുസ് പൂർണ്ണമാകുന്നു. അതിനുശേഷം അത്രയും കാലത്തേക്ക്, അതായത് അടുത്ത ബ്രഹ്മാവ് ഉത്പന്നമാകുന്നത് വരെ സൃഷ്ടി ഒന്നുമില്ലാതെ എല്ലാ പ്രകൃതി തത്വങ്ങളും ലയിച്ചു ചേരുന്നു. ലോക സൃഷ്ടിക്ക് ഉപയോഗിച്ച ദ്രവ്യങ്ങളായിരിക്കുന്ന ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചഭൂതങ്ങള് അപ്പൊ സൃഷ്ടിശക്തിയായിരിക്കുന്ന അഹങ്കാരത്തിൽ ലയിക്കുകയാണ്. ഇങ്ങനെ ലയിച്ച അഹങ്കാരം മഹത്തത്വം അഥവാ സൃഷ്ടി പ്രേരണാശക്തിയിൽ ലയിക്കുന്നു. അതിനുശേഷം അന്തിമമായിരിക്കുന്ന ആധാര കേന്ദ്രം അഥവാ മൂലപ്രകൃതിയിൽ ഇത് ലയിച്ചു ചേരുന്നു. അങ്ങനെ പ്രാകൃതിക പ്രളയം എന്ന് പറയുന്ന അത് സംഭവിക്കുന്നു. അപ്പൊ പ്രാകൃതിക പ്രളയത്തിന്റെ സമയത്ത് പഞ്ചഭൂതങ്ങൾ സമ്മേളിച്ച് ബ്രഹ്മാണ്ടങ്ങളുടെ ഗോളാകാരമായിരിക്കുന്ന പിണ്ഡരൂപം നഷ്ടപ്പെട്ട് അവ കാരണരൂപം, അതായത് തന്മാത്ര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആത്യന്തിക പ്രളയം ആധ്യാത്മിക പ്രതിഭാസമാണ്. ഇന്ദ്രിയങ്ങള്, മനസ്സ്, ശരീരം, വികാരങ്ങള്, ചിന്ത ഇവയുണ്ടായി ഇരുന്ന ജീവൻ അവ നഷ്ടപ്പെട്ട് പരമാത്മാവിൽ ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് ആത്യന്തിക പ്രളയം. ഇതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആധ്യാത്മികമായിരിക്കുന്ന ജ്ഞാനം കൊണ്ട്, സമാധി കൊണ്ടും മാത്രമേ സംഭവിക്കാറുള്ളൂ. അപ്പൊ ഈ ഒരു പ്രളയത്തിന്റെ ഒരു സാമാന്യ ചിത്രീകരണം എന്താണെന്ന് വെച്ചാൽ, 1000 ചതുർയുഗങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു 100 കൊല്ലത്തേക്ക് ഭൂമിയിൽ മഴ പെയ്യില്ല. തന്നിമിത്തം സകല ജീവജാലങ്ങളും നശിച്ചു പോകും. അനന്തരം സർവ്വലോകേശ്വരനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ സൂര്യന്റെ 7 രശ്മികളിലും കുടികൊണ്ട് ഭൂമി, പാതാളം, സമുദ്രം മുതലായവയിലുള്ള ജലം വറ്റിക്കും. വിഷ്ണുവിന്റെ ദിവ്യശക്തിയായ സൂര്യരശ്മികൾ 7 സൂര്യന്മാരായിട്ട് തീരും. ആ സൂര്യന്മാര് പാതാളം ഉൾപ്പെടെയുള്ള 3 ലോകങ്ങളെ ദഹിപ്പിക്കും. അപ്പൊ ഭൂമി ആമയുടെ പുറന്തോട് പോലെ കഠിനമുള്ളതായിട്ട് തീരും. ആ സമയത്ത് അതോ ഭാഗത്തു നിന്ന് ആദിശേഷൻ തന്റെ ശ്വാസം കൊണ്ട് ആദ്യം പാതാളങ്ങളെ ദഹിപ്പിക്കും. പാതാളങ്ങൾക്ക് ശേഷം കാലാഗ്നി രുദ്രൻ ഭൂമിയെയും, ഭൂമിക്ക് ശേഷം സ്വർഗത്തെയും ദഹിപ്പിക്കും. 3 ഗോളങ്ങളും അഗ്നിഗോളം പോലെ ആയിത്തീരും. ചൂട് സഹിക്കാതെ ജനം എരിപിരി കൊണ്ട് മഹർലോകത്തേക്കും അവിടെ നിന്ന് ജനർലോകത്തേക്കും പോകും. അവിടെ രുദ്രരൂപനായിരിക്കുന്ന വിഷ്ണു സർവ്വലോകങ്ങളെയും ദഹിപ്പിക്കുന്നു. തദനന്തരം വിഷ്ണുവിന്റെ മുഖനിശ്വാസത്തിൽ നിന്ന് നാനാരൂപത്തിലുള്ള മേഘങ്ങളും മിന്നൽ പിണറുകളും ഉത്ഭവിക്കും. ആ മേഘങ്ങള് 100 സംവത്സരം ഇടതടവില്ലാതെ വർഷിക്കുമെന്നും ആ വർഷം കൊണ്ട് എല്ലായിടവും വ്യാപ്തമായി പുറപ്പെട്ടിട്ടുള്ള അഗ്നിയെ ശമിപ്പിക്കുകയും ചെയ്യും. ഇപ്രകാരമുള്ള വർഷം അസഹ്യമായിട്ട് വരുമ്പോൾ വായു സപ്തർഷികളുടെ സ്ഥാനത്തെ ആക്രമിച്ച് വെള്ളത്തില് സ്ഥിതനായിട്ട് വിഷ്ണുവിന്റെ ആ മുഖനിശ്വാസം കൊണ്ട് ആ മേഘങ്ങളെല്ലാം നശിപ്പിക്കും. അപ്പോൾ സർവപ്രഭുവായിരിക്കുന്ന വിഷ്ണു ആ ഏകാർണവത്തില് ആദിശേഷന്റെ പുറത്ത് വായുവിനെ പാനം ചെയ്തുകൊണ്ട് ശയിക്കും. ഇപ്രകാരം മധുസൂദനൻ, അതായത് ബ്രഹ്മരൂപം കൊണ്ട് വെള്ളത്തിൽ നിന്നരുളുന്ന ആ ഒരു സിദ്ധമുനിമാരെല്ലാം അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ആ തന്റെ മായയാകുന്ന ദിവ്യമായിരിക്കുന്ന യോഗനിദ്രയെ അവലംബിച്ചുകൊണ്ട് സ്വാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട്
ആ കൽപ്പകാലം, അതായത് പള്ളി കുറുപ്പ് കൊള്ളും ഭഗവാൻ യോഗനിദ്രയിൽ ഏർപ്പെടുന്ന അർത്ഥം. പിന്നെ വിഷ്ണു ബ്രഹ്മസ്വരൂപനായിട്ട് ലോകങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യും. ഇപ്പൊ ലോക അവസാന കാലത്ത് അനന്തന്റെ ഭണങ്ങളിൽ നിന്ന് വമിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള വിഷക്കാറ്റ്, അതിനെയാണ് ബടവാഗ്നി എന്ന് പറയുന്നത്. ഘോരമായിട്ടുള്ള തീയായിട്ട് രൂപാന്തരപ്പെട്ട് പ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയിലെ ജലം മുഴുവനും വറ്റിച്ചു കളയുമെന്നും അങ്ങനെ ജലം വായുവായിട്ട് തീരുകയും ആകാശത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും. ആകാശം അന്ധകാരം കൊണ്ട് ഗ്രസിക്കപ്പെട്ട് ഇല്ലാതാകും. ചുരുക്കത്തിൽ സൃഷ്ടിക്കപ്പെട്ട ക്രമത്തിൽ തന്നെ ഈ ലോകം പിന്നെ ഇല്ലാതായിട്ട് തീരും. അത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാരണം പ്രളയം എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ലോകം എന്തെങ്കിലും അവസാനിക്കും, ഉറപ്പാണ് അല്ലേ? അത് എല്ലാ പുരാണങ്ങളിലും ഓരോ വഴി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ വടപത്രശായി, അപ്പൊ ലോകാവസാനത്തിന് ശേഷമുള്ള മഹാപ്രളയത്തില് ജഗത്പാലകനായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു ഒരു ശിശുവിന്റെ രൂപത്തില് കാൽവിരല് നുണഞ്ഞുകൊണ്ട് അരയാലിലയിൽ ശയിക്കും. ഇതാണ് പ്രസിദ്ധമായിരിക്കുന്ന വടപത്രശായിയായിരിക്കുന്ന ബാലമുകുന്ദൻ. ചിരഞ്ജീവിയായിരിക്കുന്ന മാർക്കണ്ഡേയ മഹർഷി അനേക യുഗങ്ങള് ഈ പ്രളയജലത്തിലൂടെ നീന്തി തുടിക്കുമ്പോൾ ആദ്യന്തരഹിതമായിരിക്കുന്ന ആ അവസ്ഥയില് അരയാലിലയില് കൊഞ്ചി കളിക്കുന്ന ശ്യാമള നിറത്തിലുള്ള ഒരു ബാലനെ ഋഷി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും അപ്പോൾ ആ ശിശുവിന്റെ ശ്വാസവായുവിന്റെ ബലം കൊണ്ട് ഋഷി തന്റെ നാസാരന്ധ്രത്തിലേക്ക് കയറിപ്പോവുകയും ശിശുവിന്റെ ഉള്ളില് സർവ്വലോകങ്ങളും ഭദ്രമായിട്ട് നിശ്ചലം കിടക്കുന്നത് കാണുകയും ചെയ്തതായിട്ട് മാർക്കണ്ഡേയന്റെ മായാദർശനം എന്ന പ്രസിദ്ധമായിട്ടുള്ള കഥയിലുണ്ട്. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് എന്താ? അനസ്യൂതവും അഖണ്ഡവുമാണ് അല്ലെ? എപ്പോഴെല്ലാം നശിക്കുന്നതായിട്ട് കാണപ്പെടുന്നുവോ അപ്പോ സൃഷ്ടിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങള് മറ്റൊരിടത്ത് ഭദ്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ പ്രതീകത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ കലിയുഗം വളരെ വ്യക്തമായിട്ട് എന്താണ്, കലിയുഗത്തിലെ സ്വഭാവ വിശേഷങ്ങൾ എന്താണ്, ഇനി നമ്മൾ എന്താ അറിയേണ്ടത്, കലിയുഗത്തിലെ ആധ്യാത്മിക സാധനകൾ എന്തൊക്കെ, അതും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ?